DGP റെയ്ഡ് നടക്കുന്നുണ്ട്. അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഗൂഢാലോചന എന്നുള്ളതാണ് CPM-ന്റെ ആദ്യ പ്രതികരണം. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല. പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പം നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. അപ്പോൾ അത് ED-യുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചോദിക്കണം. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്. അല്ല, ഇന്നലെ CM ഡൽഹിക്ക് പോകുന്നു, CM പ്രധാനമന്ത്രിയെ കാണുന്നു, പിന്നാലെ റെയ്ഡ് എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് അത്തരത്തിലൊരു ആസൂത്രണം ഉണ്ട് എന്നുള്ളതാണ് ആരോപണം. CM-ന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ലേ? കേരളത്തിൻ്റെ ആവശ്യമല്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെൻറ് നടപടികളുടെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? അപ്പോൾ അത് എന്താണ്, ആ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് BJP വിരുദ്ധ നേതാക്കളെ അറ്റാക്ക് ചെയ്യുന്ന സമീപനം ദേശവ്യാപകമായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ കോൺഗ്രസ് പല സംസ്ഥാന അല്ല, ഇവിടെ ഇപ്പം ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJPയും ചേർന്നു. ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട. അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPM-ഉം BJPയും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പോൾ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയേണ്ടത്. ഞാൻ ഇവർ പറഞ്ഞിട്ട് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറച്ച് സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് DGP എന്തായാലും ED റെയ്ഡിനെ കുറിച്ചുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും ഈ കാര്യത്തിൽ കേരളത്തിലെ പോലീസിന് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. DGP-യോടും സംസാരിച്ചു. പക്ഷേ DGP-യും പറഞ്ഞത് ഒരറിവും ഇത്തരത്തിൽ ED-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. അദ്ദേഹം എന്തായാലും ഇന്റലിജൻസ് വിഭാഗത്തോട് കൂടി ചോദിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിലേക്ക് പോവുകയാണ്. അടുത്ത മണിക്കൂറിൽ നമ്മോടൊപ്പം ചെന്നിത്തലയുടെ പ്രതികരണം തുടരുന്നുണ്ട്. ആ പ്രതികരണം ഒന്ന് കൊടുക്കണം. ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഡിസ്റ്റൻസ് പാലിക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല അത് എന്താണെന്ന് പരിശോധിച്ച് പറയാം എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയാണെങ്കിലും ആദ്യ പ്രതികരണം അങ്ങനെയാകാനാണ് സാധ്യത. ഏതായാലും സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് കാര്യം എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലേ? പ്രത്യേകിച്ച് അന്വേഷണം എന്ന രീതിയിൽ മാത്രമല്ല, അതൊരു പ്രതിഷേധം എന്ന രീതിയിൽ, അത് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് തോന്നുകയാണ്. അതാണ് കേരളത്തിൽ പ്രത്യേകിച്ചും സംസ്ഥാനത്തെ കഴിഞ്ഞ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി, സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവ്, ഈ CPM-ന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ വീടടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് റെയ്ഡ് നടന്നത്. നമുക്ക്